രണ്ടോ അതിൽ കൂടുതൽ തവണയോ അബോർഷൻ ആകുന്ന കണ്ടീഷനെയാണ് നമ്മൾ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് അഥവാ റിക്കറൻറ്റ് മിസ്കാരേജ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 90% ലേഡീസിനും ഒരു വട്ടം അബോർഷൻ ആയാലും നെക്സ്റ്റ് ടൈം വലിയ കുഴപ്പമില്ലാതെ പ്രഗ്നൻസി ആകാൻ സാധിക്കും. എന്നാൽ ഒരു 7-10% സ്ത്രീകളിൽ 2 വട്ടം അതിൽ കൂടുതലോ തവണ പ്രഗ്നൻസി ആയാൽ വീണ്ടും അബോർഷൻ ആകാനുള്ള റിസ്ക് കൂടുതലാണ്. ഇതിനാണ് നമ്മൾ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത്. 50% ലേഡീസിന് പ്രത്യേകിച്ചും കാരണങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 2 വട്ടം അബോർഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ലേഡീസിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് ആൻറ്റിബോഡി ടെസ്റ്റാണ്. അതായത് ശരീരത്തിലുള്ള ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി, ലൂപ്പസ് ആൻറ്റി കൊയാഗുലൻ്റ് ആൻറ്റിബോഡി, അങ്ങനെ കുറച്ച് ഗണത്തിൽപ്പെട്ട ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസി നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അബോർഷന് കാരണമാവും. അപ്പോൾ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് മുമ്പായി ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആൻറ്റിബോഡി പോസിറ്റീവ് കണ്ടാൽ അതിൻ്റെ ചികിത്സയായി എക്കോസ്പ്രിൻ ടാബ്ലറ്റ് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ തുടങ്ങുകയും പ്രഗ്നൻസി കൺഫേം ആയതിനു ശേഷം ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ തുടങ്ങുകയും വേണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് യൂട്രസിനുള്ളിൽ, അതായത് ഗർഭപാത്രത്തിനുള്ളിൽ എന്തെങ്കിലും ഗ്രോത്ത്, അതായത് ഫൈബ്രോയിഡ്, പോളിപ്പ് അല്ലെങ്കിൽ അഡിനോമയോസിസ് അങ്ങനെയുള്ള അനോമലീസ് എന്തെങ്കിലും ഉണ്ടോ എന്നും അതോടൊപ്പം തന്നെ കൺജനിറ്റൽ, അതായത് ജന്മനാനുള്ള സെപ്റ്റേറ്റ് യൂട്രസ്, അങ്ങനെ യൂട്രൈൻ അനോമലീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതിന് ഒരു 3D സ്കാൻ നമ്മൾ അടുത്ത പ്രഗ്നൻസിക്ക് മുമ്പ് ചെയ്യാൻ ആവശ്യപ്പെടും. ഈ 3D സ്കാനിൽ അങ്ങനെ എന്തെങ്കിലും ഫൈബ്രോയിഡോ അതായത് സബ്മ്യൂക്കസ്, അതായത് യൂട്രസിൻ്റെ ക്യാവിറ്റിക്ക് ഉള്ളിൽ കാണുന്ന ഫൈബ്രോയിഡ് അല്ലെങ്കിൽ വലിയ പോളിപ്പ്, അതോടൊപ്പം തന്നെ സെപ്റ്റേറ്റ് യൂട്രസ് അങ്ങനെ ഇത് ഉണ്ടെങ്കിൽ അവ മാറ്റിയതിന് ശേഷം വേണം അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ. ഒരു 5% ലേഡീസിനും പ്രഗ്നൻസി ലോസ് വരാനുള്ള കാരണം ജനറ്റിക് കോസസ് ആണ്. അതായത് ട്രൈസോമീസ് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ, ഇൻവേർഷൻ എന്ന് പറഞ്ഞ് ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് വരുന്നതാണ്. അപ്പോൾ 2 തവണയിൽ കൂടുതൽ അബോർഷൻ ഉണ്ടായാൽ നമ്മൾ ആ പ്രഗ്നൻസി ടിഷ്യൂ ജനറ്റിക് ഇവാലുവേഷന് വിടേണ്ടതാണ്. ആ ജനറ്റിക് ഇവാലുവേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം, അതായത് ജനറ്റിക് കോസസ് ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിങ്ങിന് അവരെ വിധേയമാക്കേണ്ടതാണ്. കൂടാതെ പേരൻസിൻ്റെ, അതായത് കപ്പിളിൻ്റെ കാരിയോ ടൈപ്പിംഗ്, അവരുടെ ജനറ്റിക് ടെസ്റ്റും ചെയ്ത് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 50% ആൾക്കാരിൽ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് അവരുടെ എഗ്ഗിൻ്റെ അല്ലെങ്കിൽ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഉണ്ടാകുന്നത്. അതിനാൽ അവരെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് വെയിറ്റ് കുറയ്ക്കാൻ, കൃത്യമായി വ്യായാമം ചെയ്യാൻ, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ നൽകണം. ഇങ്ങനെ ശരിയായ രീതിയിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസി ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.